അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തായ അൽ നൂർ ഇസ്ലാമിക് അക്കാഡമിയുടെ 15ാം വാർഷിക കെട്ടിടോദ്ഘാടന ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച പ്രിയങ്കരായ നേതാക്കളെ, മുതഅല്ലിമീങ്ങളെ, പരിശുദ്ധമായ പരിഭാവനമായ ഈ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിനത്തിൽ അതിമഹത്തായ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഇരു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യവും മഹത്വവുമുള്ള ഒരു കാര്യമാണ് വിജ്ഞാനം, ഇൽമ് എന്നുള്ളത്. അതുതന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട, അത് പഠിപ്പിക്കപ്പെടുന്ന കാര്യമാകുമ്പോൾ അതിന് കൂടുതൽ പവിത്രതയും മഹത്വവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിലുള്ള ഒരു വൈജ്ഞാനിക പ്രവർത്തന മണ്ഡലമാണ് നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ പൂങ്കാവനം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ തോപ്പുകളായി പരിചയപ്പെടുത്തിയ വളരെ പവിത്രമായൊരു സംഗതിയായിരുന്നു പരിശുദ്ധ ഇൽമിൻ്റെ മജ്ലിസ്, ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ളത്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ ആദ്യമായി കൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ചത് ഇഖ്റ എന്ന വചനം കൊണ്ടാണ്. ഇഖ്റ, നബിയെ അങ്ങ് വായിക്കണം. എന്ത് വായിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ നാമത്തെ വാഴ്ത്തുവാനും അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുവാനും ഉപകരിക്കുന്ന എന്തുണ്ടോ അതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ്റെ താല്പര്യം. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. ഭൂമി ലോകത്ത് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ആ ഭൂമിയുടെ ഇമാറത്തിനെ, പരിപോഷണത്തെ, അതിൻ്റെ അപ്ഡേറ്റുകളെ നമ്മിൽ നിന്ന് അല്ലാഹു തആല തേടുകയും ചെയ്തതിൻ്റെയും താല്പര്യം കാലോചിതമായി കൊണ്ട്, സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് നാം ചെയ്തുകൊണ്ടേയിരിക്കണം. പരിവർത്തനങ്ങളും പുരോഗമനങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നതിൻ്റെ താല്പര്യത്തിൽ ആയതുകൊണ്ട് കാലോചിതമായി കൊണ്ട് പരിശുദ്ധ ഖുർആനെയും അതുമായി ബന്ധപ്പെട്ട ഇൽമുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പഠന അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പൊരുത്തപ്പെടുകയും അവൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്നതിൽ നമുക്ക് സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ
ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ വക്താക്കളാക്കി അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇവിടുത്തെ കെട്ടിട നിർമ്മാണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും കൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.